തൊണ്ടെടുക്കുക, ഓർക്കിഡ് വയ്ക്കുക, മൂടുക, കെട്ടുക. പരിപാടി കഴിഞ്ഞു. ഇതുപോലെ ഒരു തൊണ്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഡാൻസിങ് ലേഡി എന്ന ഓർക്കിഡിനെ വളർത്താൻ പറ്റും. ഇതാണ് ഡാൻസിങ് ലേഡി എന്ന ഓർക്കിഡ്. ഒൻസീഡിയം ഓർക്കിഡ് എന്നും പറയും, ചിലർ ഡാൻസിങ് ഗേൾ എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ തൊണ്ടിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ പോകുന്നത്. ഈ തൊണ്ടിനുള്ളിലേക്ക് ഇതേപോലെ ഡാൻസിങ് ലേഡിയുടെ വിത്തുകൾ എടുക്കുക. ഇതേപോലെ മൂടുക. ഇത്രയും മാത്രം മതി. ഇതേപോലെ ഒരു കമ്പി എടുത്ത് ചെറുതായി ഒന്ന് കെട്ടിക്കൊടുത്താൽ മാത്രം മതി. ഈ തൊണ്ട് ഇളകിപ്പോകാത്ത രീതിയിൽ ചെറുതായിട്ട് കെട്ടിക്കൊടുക്കുന്നു. ഒരു പോട്ടായിട്ട് മാറി, ഒരു ജൈവ പോട്ടെന്ന് പറയാം. ഇതിന് നേരെ എവിടെയെങ്കിലും വയ്ക്കുക. നമുക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, അധികം വെയിൽ വരാത്ത ഒരു സ്ഥലത്തേക്ക് ഇതിനെ വെച്ചാൽ മതി. എപ്പോഴും ഈ ഓർക്കിഡിന് നല്ല പൊളിച്ച തേങ്ങാവെള്ളം, കുറച്ചുകൂടി വെള്ളം കലർത്തിയിട്ട് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പഴത്തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം ആറിയതിന് ശേഷം അതും സ്പ്രേ ചെയ്ത് കൊടുക്കാം. പണം കൊടുക്കാതെ തന്നെ ഒരു ജൈവ പോട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് പോട്ട് വേണ്ട, സിമൻറ്റ് പോട്ട് വേണ്ട, ഇതേപോലെ ഒരു ജൈവ പോട്ട്. നമ്മുടെ തേങ്ങയുടെ തൊണ്ട് മാത്രം മതി. ഈ ഡാൻസിങ് ലേഡിയുടെ പൂക്കൾക്കൊരു ഡാൻസ് കളിക്കുന്ന പെൺകുട്ടിയുടെ രൂപമാണ്. അതുകൊണ്ടായിരിക്കാം ഡാൻസിങ് ലേഡി എന്ന് പേര് വന്നിരിക്കുന്നത്. ഈ ഡാൻസിങ് ലേഡിയുടെ സ്പൈക്കുകൾ വരുന്നത്, സ്പൈക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഈ സ്പൈക്കുകൾ വരുന്നത് ഈ ഇലകൾക്ക് ഇടയിൽ കൂടിയാണ്. ഇവിടെ നിന്നുമാണ് സ്പൈക്കുകൾ വരുന്നത്. മറ്റ് പല ഓർക്കിഡുകൾക്കും നല്ല ആയുസ്സുണ്ടെങ്കിലും ഇതിൻ്റെ പൂക്കൾക്ക് വലിയ ആയുസ്സില്ല എന്നത് ഒരു പോരായ്മയാണ്. ഈ ഡാൻസിങ് ലേഡിയെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇതേപോലെ വെച്ച് പിടിപ്പിക്കാം. മരത്തിൽ കെട്ടിവയ്ക്കാം, മണ്ണിൻ്റെ അകത്ത് നടാം. ചെടിച്ചട്ടിയിൽ കരിയും ഓടിൻ്റെ കഷ്ണങ്ങളും ചകിരിയും ഒക്കെ ഇട്ടും നമുക്കിതേപോലെ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതാണ്.